ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. താമരശ്ശേരി ചുരത്തിലെ കുരിശിന്റെ വഴി ഫെബ്രുവരി 20 മുതൽ ആരംഭിക്കും. വലിയ നോമ്പ് കാലത്ത് എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 9 മണിക്ക് അടിവാരത്തു നിന്നും കുരിശിന്റെ വഴി നടക്കും. വയനാട് ചുരത്തിൽ കുരിശിന്റെ വഴി 35-ാം വർഷം ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഈശോയുടെ വിടാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഓർമ്മ ആചരിച്ച് 50 ദിവസത്തെ നോയമ്പ് ആചരിക്കുന്നു. അതിന്റെ ഭാഗമായ പ്രധാന പ്രാർത്ഥനയാണ് കുരിശിന്റെ വഴി. രാവിലെ 9 ആരംഭിക്കുന്ന കുരിശിന്റെ വഴി ഉച്ചയ്ക്ക് 1:30 ലക്കിടി മൗണ്ട് സീനായി ദേവാലയത്തിൽ എത്തിച്ചേരും. വഴിയിലുടനീളം ജപമാല, ഗാനശുശ്രൂഷ, പീഡാനുഭവ പ്രാർത്ഥനകൾ എന്നിവ ഉണ്ടാകും. ഫെബ്രുവരി 20 ഫാദർ സിജോ ഒലിക്കരയുടെ വചന സന്ദേശ പ്രാർത്ഥനകളോടെയാണ് കുരിശിന്റെ വഴിക്ക് തുടക്കമാകുന്നത്. തുടർ വെള്ളിയാഴ്ചകളിൽ വിവിധ വൈദികർ സന്ദേശങ്ങൾ നൽകും. ചുരത്തിലൂടെ ഒറ്റവരിയായി ഗതാഗത തടസ്സം സൃഷ്ടിക്കാതെയായിരിക്കും യാത്രയെന്ന് ഗസമൻ ഡയറക്ടർ ഫാദർ തോമസ് തുണ്ടത്തിലും CMI ജനറൽ കൺവീനർ ജോസ് അഗസ്റ്റിൻ കീപ്പുറം പാലായും അറിയിച്ചു. ഇത് 1992 ഏപ്രിൽ 17 ദുഃഖവെള്ളിയാഴ്ച മാനന്തവാടി ബിഷപ്പായിരുന്ന മാർ ജേക്കബ് തൂങ്കുഴി പിതാവാണ് ഈ കുരിശിന്റെ വഴി അവിടെ ആരംഭിക്കുകയും ആരംഭ സന്ദേശം അന്ന് നൽകുകയും ചെയ്തത്. 2026 ഏപ്രിൽ 3 35 വർഷം പൂർത്തിയാകുകയാണ് ഈ കുരിശിന്റെ വഴി അവിടെ ആരംഭിച്ചിട്ട്. ക്രൈസ്തവരുടെ ഏറ്റവും വലിയ ഒരു വിശ്വാസത്തിന്റെ ഒരു സമയങ്ങളാണ് ഈ ഇന്നലെ മുതൽ ആരംഭിച്ചിരിക്കുന്ന നോമ്പ്. 50 ദിവസമാണ്. ഇതിന്റെ പരിസമാപ്തി എന്ന് പറയുന്നത് ഏപ്രിൽ 3 ദുഃഖ വെള്ളിയാഴ്ചയോടുകൂടിയാണ് സമാപിക്കുക. അതിനകത്ത് വരുന്ന എല്ലാ വെള്ളിയാഴ്ചകളിലും അവിടെ കുരിശിന്റെ വഴിയുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മത്സ്യത്തൊഴിലാളികൾക്കുള്ള വിരമിക്കൽ